നെഹമ്യാവിനെക്കുറിച്ച് ഇനിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതിലൊരു കാര്യം പറയൂ. ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്താണെന്ന് പറയാം, പക്ഷേ ഒരു കാര്യം പറയൂ. ഒന്ന്, നെഹമ്യാവ് ശക്തനായ ഒരു പണിക്കാരൻ, അല്ലെങ്കിൽ ശക്തനായ പണിക്കാരൻ, അത് ഒരു വശം. രണ്ടാമത് സമർത്ഥനായ ഭരണാധികാരി. നെഹമ്യാവിനെ നമ്മൾ ഇതുവരെ കണ്ടത് ഒരു ഗവർണറായിട്ടാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഒരു ഗവർണറുടെ രാജാവിൻ്റെ പാനപാത്രവാഹകന് വലിയൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ മനുഷ്യന് എന്തിനു വേണ്ടിയാണ് രാജാവിനോട് താൻ എന്താ അപേക്ഷിച്ചത്? എൻ്റെ പിതാക്കന്മാരുടെ പട്ടണമുള്ള സ്ഥലത്തേക്ക് എന്നെ ഒന്ന് വിടണമേ, ഞാനതിൻ്റെ കേടുപാടുകളൊക്കെ ഒന്ന് നീക്കി കലറുകളൊക്കെ ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടിയല്ലേ? അതെ, അങ്ങനെ ഒരു റിക്വസ്റ്റ് ഒരു അസാമാന്യ റിക്വസ്റ്റാണ്. നിങ്ങൾ വിചാരിച്ചുള്ളൂ കേരളത്തിൻ്റെ ഗവർണറായിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, എന്താ അത് പേരങ്ങ് പറഞ്ഞു പോകും. അതെ, എൻ്റെ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമല്ല. അല്ല, അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റിനോട് പറയുകയാണ്, എന്നെ ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്കൊന്ന് അയക്കണമേ, അവിടെ കുറച്ച് കല്ലറയൊക്കെ പൊളിഞ്ഞ് കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് പണിത് ആ ഒരു വീടിൻ്റെ മതിലുമൊക്കെ കെട്ടാനായിട്ടല്ലേ. പ്രസിഡന്റ് പറയും, എന്നോട് മനുഷ്യ അത് കെട്ടാൻ 100 പേർ വേറെയുണ്ട്, അത് ഇയാൾ പോകണോ? ഗവർണറായിരിക്കും, നിങ്ങൾ പോകണോ? പക്ഷേ ഈ മനുഷ്യൻ രാജാവിനോട് ചോദിച്ചാൽ അങ്ങനെയാണ്, എന്നെ ഒന്ന് അയക്കണമേ എന്നാണ് പറഞ്ഞത്. പണി ചെയ്യാൻ എന്നെ അയക്കണമേ. ഈ പണിയാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സൊരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു പണിക്കാരനുള്ള വലിയൊരു യോഗ്യത അല്ലേ? പണി ചെയ്യുവാനുള്ള അറിവാണോ പണി ചെയ്യുവാനുള്ള മനസ്സാണോ വലുത്? വലിയ ചോദ്യമാണ്. നിങ്ങൾ ചിലരെങ്കിലും പറയും അറിവാണ്, കാരണം അറിവില്ലാതെ ഇങ്ങനെ പണിയുന്നത്. വേറെ ചിലർ പറയും മനസ്സുണ്ട്, കാരണം മനസ്സില്ലെങ്കിൽ അറിവുണ്ടായിട്ട് എന്ത് കാര്യമാണ്? ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. നെഹമ്യാവിന് ഇത് രണ്ടും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു പണിക്കാരൻ എന്ന നിലയിൽ നെഹമ്യാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ, അതിനുള്ള സമയം നമ്മുടെ മുന്നിലുള്ളൂ, 45 മിനിറ്റേ ഉള്ളൂ. 45 മിനിറ്റ് കൊണ്ട് ഓടിച്ച് പറയാവുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്നാമത്, പണി തീർക്കാൻ ആവശ്യമായ സമയത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യതയുള്ളവനായിരുന്നു ഈ പണിക്കാരൻ. രാജാവ് തന്നോടൊരു കാര്യം ചോദിച്ചു, നീ ഈ പറഞ്ഞ പ്രോജക്റ്റിന് എത്ര സമയം വേണമെന്ന് ചോദിച്ചില്ലേ? എത്ര കാലം കൊണ്ട് തീരുമെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ നെഹമ്യാവ് എന്താ പറഞ്ഞാൽ, ഞാനവിടെ പോയിട്ടില്ല, സ്ഥലം കണ്ടിട്ടില്ല, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നോട് രാജാവ് അങ്ങനെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഒരു വ്യക്തമായ ഉത്തരം തരുന്നത്? ഞാൻ പിന്നെ ഒരു ഏകദേശ ഉത്തരവൊക്കെ പറയാം. നെഹമ്യാവ് അങ്ങനെയാണോ? നെഹമ്യാവ് അങ്ങനെയല്ല. രാജാവ് ചോദിച്ചത്, തിരുവുള്ളത്തിന് പ്രസാദം ഉണ്ടായിട്ട് അടിയന് തിരുമുൻപ് ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കലറുള്ള പട്ടണത്തിലേക്കൊന്ന് അത് പണിയേണ്ടതൊന്ന് അയക്കണമെന്ന് പറഞ്ഞു. അതിൽ രാജാവ് രാജ്യം അറിയിച്ചിരുന്നു, നിൻ്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരും? രണ്ട് വലിയ ചോദ്യമാണ്. നിൻ്റെ പണി തീർക്കാത്ത സമയം വേണം, നീ എപ്പോൾ മടങ്ങി വരും? അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹം ഒരു അവധിയൊക്കെ പറഞ്ഞല്ലേ, ഇദ്ദേഹം അവധിയൊക്കെ പറഞ്ഞു. എപ്പോൾ തിരിച്ചു വരുന്നു? 12 വർഷം വേണമെന്ന് പറഞ്ഞു അദ്ദേഹം. ഞാൻ സമയമില്ലാത്ത പറയും, 12 വർഷം വേണമെന്ന് പറഞ്ഞു. 12 വർഷം കഴിഞ്ഞ് വരാം. വലിയൊരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ചെയ്യാൻ പോകുന്ന പണി എന്ന് പറഞ്ഞാൽ 1 ദിവസം 2 ദിവസം കൊണ്ട് തീരുന്ന പണിയൊന്നുമല്ല. യെരുശലേം പട്ടണം എന്ന് പറഞ്ഞാൽ എന്തോ 1 കിലോമീറ്റർ ചുറ്റിയളവ് കിടക്കുകയെന്നറിയാം. അത് മുഴുവൻ ചട്ടിക്കുമ്പാരമായിട്ട് കിടക്കുകയാണ്. അതുപോലെ എത്രയോ ആയിരങ്ങളെ അടക്കിയതായിരിക്കുന്ന കല്ലറകളാണ്. അതെല്ലാം പൊട്ടിപ്പൊളിച്ച് കിടക്കുകയാണ്. ഈ കല്ലറകളെല്ലാം വീണ്ടും പണിത്, ഈ മതിലെല്ലാം പണിതിൻ്റെ അടിസ്ഥാനം വരെ തോണ്ടി മതിലെല്ലാം പണിത്, ആളുകളുടെ വീടിന് ചുറ്റും അതിന് സുരക്ഷിതത്വം ഉണ്ടാക്കിയൊക്കെ പറഞ്ഞ ഒരു 12 വർഷമെങ്കിലും എടുക്കും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ശക്തനായ ഒരു പണിക്കാരന് തൻ്റെ പണിയെക്കുറിച്ച് ആവശ്യമായ ബോധ്യത ഉണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു ഐഡിയ, നമ്മൾ പറയില്ല, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നിങ്ങളുടെ എത്തും പിടിയും കിട്ടാത്തവരാണ് ഇനി അങ്ങോട്ട് മാറുന്നില്ല. എത്തും പിടിയുള്ളവർ ഒന്ന് പണി ചെയ്തിട്ട്, എത്തും പിടിയില്ലാത്തവരെങ്ങനെ? ഈ നെഹമ്യാവ് ഇങ്ങനെ ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ട് കാര്യം എന്താ? 6 മാസം കഴിഞ്ഞാണ് രാജാവിൻ്റെ അടുക്ക് ചെന്ന് നിൽക്കുന്നത്. ഈ 6 മാസവും പ്രാർത്ഥനയായിരുന്നു, രാജാവിൻ്റെ മനസ്സ് ചേഞ്ച് ചെയ്ത് എനിക്ക് പെർമിഷൻ തരണമെന്ന്. നെഹമ്യാവ് ചിന്തിച്ചു, രാജാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ രാജാവ് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരങ്ങൾ നെഹമ്യാവ് കണക്ക് കൂട്ടി, ഇത്ര ചുറ്റളമായി കിലോമീറ്റർ ചുറ്റളവിൽ ഇത്ര അടി ഉയരത്തിൽ ഈ മതിൽ പണിയണമെങ്കിൽ അത് ഇത്ര ഇഷ്ടിക വേണം, ഇത്ര പണിക്കാർ വേണം, എല്ലാം കണക്ക് കൂട്ടി റെഡിയാക്കി അങ്ങോട്ട് പോയത്.
നമ്മളൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു പിടിയില്ല. കാരണം നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് നമ്മളൊന്നും പ്രത്യേകിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ പോയാൽ എങ്ങും ഒരെത്തും പിടി നമുക്ക് കിട്ടുകയില്ല. വി ഷുഡ് ബി വെൽ പ്ലാൻഡ് കാര്യങ്ങൾ. അതെ, കർത്താവ് ഒരു പറഞ്ഞില്ലേ, ഗോപുരം പണിക്കാരനെ പറ്റും പട്ടാളക്കാരനെ യുദ്ധത്തിന് പോകുന്നതിനെ കുറിച്ചും. ഗോപുരം പണിക്കാരനെ കുറിച്ച് എന്താ പറഞ്ഞ? അവൻ മുന്നമേ ഇരുന്ന് എന്ത് ചെയ്യും? ഇത് തീർക്കാൻ അതിനുള്ളതായിരിക്കുന്ന പണമുണ്ടോ, അതിനുള്ള പണിക്കാരൻ്റെ കയ്യിലുണ്ടോ, അതിനുള്ള ആരോഗ്യം ബലവും എനിക്കുണ്ടോ, അല്ലെ? എല്ലാ കാര്യങ്ങളും ആലോചിച്ചാണ്. നമ്മൾ പലയിടത്തും പല കെട്ടിടങ്ങളും പല മതിലുകളും ഒക്കെ പകുതി വഴിയിട്ട് കണ്ടിട്ടില്ലേ? കർത്താവിൻ്റെ ഉപമയിലൊക്കെ കർത്താവ് പല പറഞ്ഞു, മനുഷ്യർ ചിരിക്കുമെന്ന് പറഞ്ഞു. നെഹമ്യാവ് ഏറ്റെടുത്ത പണിയെക്കുറിച്ച് ആർക്കും ചിരിച്ചില്ല. ആളുകൾക്ക് അതിശയം തോന്നുന്ന, ഇവൻ വന്ന് ഈ ചണ്ടിക്കുമാരങ്ങളിൽ നിന്നും ഇതൊക്കെ പണിതെന്നോ? അസാധ്യമെന്ന് വിചാരിച്ച് കിടന്നതായിരിക്കുന്ന കാര്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നവനാണ് നല്ല പണിക്കാരൻ. ഞാൻ നിങ്ങളോട് പറയാം, ഇന്നും അങ്ങനെയാണ്. അസാധ്യമായ കാര്യങ്ങളെ നല്ല യാഥാർത്ഥ്യമാക്കി തീർക്കണം. അത് നമുക്ക് കഴിയണം. അതെ, നെഹമ്യാവിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം, താൻ്റെ ഒരു പ്രയോജനമുള്ളത് ജോലിക്കാരനായിരുന്നു. ഒരു പ്രയോജനമുള്ളത്, യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്? രാജാവ് നിനക്ക് എത്ര സമയം വേണമെന്ന് ചോദിച്ചിട്ട് വേറൊരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു? നീ എപ്പോൾ മടങ്ങി വരും? എന്താ ചോദ്യത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്? നെഹമ്യാവ്, എനിക്ക് നിന്നെ അങ്ങനെ അങ്ങ് വിടാനൊക്കെയില്ല, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിനക്കറിയാമല്ലോ, ഈ കൊട്ടാരത്തിലെ പ്രധാന ആളാണ് നീ. അപ്പോൾ നിനക്ക് എത്ര സമയം വേണം? നീ എപ്പോൾ തിരിച്ചു വരും? എപ്പോൾ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നീ തിരിച്ചു വരണം. നീ വന്നേ ഒക്കൂ, എനിക്കിതിനെ ആവശ്യമുണ്ട്. ചില ആളുകളെ ഞാൻ പൊക്കോട്ടെന്ന് ചോദിച്ചാൽ സന്തോഷത്തോട് പറയും പൊക്കോ. എന്താ സാറേ വരണ്ട? ഇനി വരേണ്ട ആവശ്യമേ ഇല്ല, നീ പോകുന്ന പോക്ക് അങ്ങ് പൊക്കോ. ഒന്ന് ഒഴിവാകാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അതിൻ്റെ ചോദ്യം വന്നത്, പൊക്കോട്ടെ എന്ന്. പൊക്കോ മോനെ പൊക്കോ, പോകുന്ന വഴി ദൈവം അനുഗ്രഹിക്കും, തിരിച്ചിങ്ങോട്ട് വരികയല്ല, ഒരു ഉപകാരം ചെയ്താൽ മതി. ഏതാ? ഇനി ശല്യം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരരുത്. നെഹമ്യാവ് അങ്ങനെ ആയിരുന്നില്ല. രാജാവിന് തന്നെ ആവശ്യമുണ്ടായിരുന്നു. നമ്മളെവിടെ ചെന്നാലും നമ്മളെ ആളുകൾക്ക് ആവശ്യം വേണം, അല്ലേ? നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് എന്നിട്ട് നിങ്ങൾ ജോലിക്ക് കയറിയിട്ട് പിരിച്ചു വിട്ടിട്ടുണ്ടോ? നിങ്ങളെ പിരിച്ചു വിട്ടിട്ടുണ്ടോ? എന്തോ പ്രോബ്ലം ഉണ്ട്, അല്ലേ? പലരെയും പിരിച്ചു വിടുമ്പം ചില ആളുകൾക്കുള്ള പ്രശ്നം അങ്ങനെ, ആ മനുഷ്യനെ എങ്ങനെയാണ് റീറ്റെയിൻ ചെയ്യുന്നത്? ഇവരെയൊക്കെ പിരിച്ചു വിടണം, പക്ഷേ അയാളെ എങ്ങനെ റീറ്റെയിൻ ചെയ്യാം? അതെ, നല്ല ജോലിക്കാരെ ആരും പിരിച്ചു വിടുവില്ല, രാജാവിനും ഒക്കെയില്ല. നീണ്ട അവധിയാണ് ചോദിച്ച 12 വർഷം. 12 വർഷം കഴിയുമ്പോൾ രാജാവുണ്ടെന്നുള്ളതിന് എന്നാ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. പക്ഷേ ഹി വാസ് യൂസ്ഫുൾ. ബുദ്ധിമാനായ ഒരു പണിക്കാരൻ പണിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധ്യതയുള്ളവനായിരിക്കും. പണി സുഗമമായി നടക്കുവാൻ എന്തൊക്കെ വസ്തുക്കൾ വേണം, എത്രയൊക്കെ വ്യക്തികളെ വേണം, അല്ലേ? നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ ഈ പണിയെ സംബന്ധിച്ചുള്ള നെഹമ്യാവിൻ്റെ അറിവ് എത്രമാത്രമാണെന്നറിയാം. ചില മനുഷ്യരെ പ്രോജക്റ്റ് ഏറ്റെടുക്കും, അവർക്ക് അതേക്കുറിച്ച് യാതൊരടിവില്ല. പിന്നെ പണി നടത്തുന്ന ആരാന്നറിയാമോ? മേശരിമാരും ഇവരൊക്കെ. അവർ പറയുന്ന പോലെയാണ്. അവസാനം പണിത് വന്നിട്ട് വീട് എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും ഇരിക്കില്ല. കാരണം അവന്മാർ ഉദ്ദേശിച്ച പോലെ ഇരിക്കത്തുള്ളൂ. പണിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അതെ, അങ്ങനെയൊക്കെ ഇല്ല. നമ്മൾ ആത്മീയ പണിയിലായാലും ഭൗതിക പണിയിലായാലും ഏത് പണിയിലായാലും പണിയെക്കുറിച്ച് ഒരു പണിക്കാരന് ആവശ്യമായിരിക്കുന്ന അറിവെന്ന് പറഞ്ഞാൽ വലിയ അറിവാണ്. അത് വേണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് സമാപന കൂടാരം പണിയുന്നത് സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് തയ്യാറാക്കിയ 2 പണിക്കാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഹോലിയാവും പിന്നെ ആരായിരുന്നു? ബസലിയേലും. ബസലിയേലും ഹോലിയാവും. അവരിങ്ങനെ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചെന്ന് മോശയ്ക്ക് ചെന്ന് പറഞ്ഞു, ഇനി ജനങ്ങളോട് പറയണം, ഈ ആരും കൊണ്ടുവരണ്ട, കൊണ്ടുവന്ന് ധാരാളം മതി. അപ്പോൾ അവർക്ക് പണിയെക്കുറിച്ച് ശരിയായ ബോധ്യത ഉണ്ടായിട്ടില്ലേ, അല്ലേ? എന്തോ ഒരു പണിയാണ് കിടക്കുന്ന, പണി തുടങ്ങിയിട്ടില്ല. എത്ര ടൺ സ്വർണ്ണമായിരുന്നു വേണ്ടിയിരുന്നത്? വന്നു, മതി. പണിയെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകൾ നമ്മുടെ ഈ ചോള് പിരിവുകാരെ പോലെയാണ്. അത്രയും 5 റോഡ് ഉണ്ടാക്കാനുള്ള പണം അവന്മാർ പിരിച്ചു. ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് തന്നെ അറിയില്ല. അതെ, അവർക്ക് തന്നെ അറിയില്ല എത്ര രൂപ പിരിക്കണം, എത്ര രൂപ ചിലവായി എന്നുള്ളത് ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ ഒക്കില്ല.
അങ്ങനെ ഒക്കുകയില്ല. പണിക്കാരന് പണിയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. നാലാമത്, പണിയിൽ നേരിടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടാകണം. പണി ചെയ്യുന്നവർ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്, നിരുത്സാഹപ്പെടുവാൻ സാധ്യതയുണ്ട്, പണിക്ക് മറ്റുള്ളവരുടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ബലപ്രയോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇതിന് യുദ്ധത്തിനെതിരെ വരാൻ സാധ്യതയുണ്ട്. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയേ. നിരുത്സാഹപ്പെട്ടവരെ ഉത്സാഹിപ്പിക്കുവാനും, ക്ഷീണിച്ചു പോയവരെ ക്ഷീണം മാറ്റാനും, ശത്രുക്കൾ യുദ്ധത്തിന് വരുമെന്ന് അറിഞ്ഞപ്പോൾ അതിനെതിരെ ചെയ്യാനും, എല്ലാ കാര്യങ്ങളും ഈ 4-ാം അധ്യായം വായിച്ചാൽ അറിയാം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇല്ല. ദുർബലന്മാരായ യഹൂദന്മാർ ഇവർ പണിതാലൊരു കുറുക്കം കയറി അടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? മറ്റൊരു ശത്രുക്കൾ പറഞ്ഞ്. അല്ല, അതൊക്കെ കേട്ട ആളുകൾക്ക് വലിയ പ്രയാസം തോന്നി, ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി. നെഹമ്യാവ് അവരെ എല്ലാം ഉത്സാഹിപ്പിച്ചു. എന്നിട്ട് അതേക്കുറിച്ച് പറയുന്നത് അവസാനം 4-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്നത്, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് പണി വേഗം തീർന്നു എന്നാണ്. ഈ ആളുകളെ ഉത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പണി ചെയ്യാനുള്ള ആളുകളെ ഉത്സാഹിപ്പിക്കുക. നമ്മൾ ചിലപ്പോൾ നിരാശപ്പെടുത്തും, പണിക്കാർ വന്ന് അവരെ നിരാശപ്പെടുത്തും. അപ്പോൾ അവന്മാരെല്ലാം കൂടെ മീറ്റിംഗ് കൂടി പറയും, നമുക്കിത് കുളമാക്കിയിട്ട് പോകണമെന്ന് പറയും. അതെ, ഞങ്ങളുടെ നാട്ടിലൊരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, വലിയ ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു, ശക്തനും ബുദ്ധിമാനുമായ മനുഷ്യനാണ്. അയാൾക്കൊരു അസുഖമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പണിക്കാർക്ക് പണി ചെയ്തിട്ട് കാശ് കൊടുക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ നാളെ തരാമെന്ന് പറഞ്ഞിട്ട് 10-15 ദിവസം പണി ചെയ്തിട്ട് അവസാനം എന്ത് പറയും, നീ നാളെ തുടങ്ങി വരണമെന്ന് പറയും. കാശ് ചോദിച്ചാൽ പറയും, ആ പേരക്കകത്തിട്ടോ തരാമെന്ന് പറയും. ഏത്? അപ്പോൾ അദ്ദേഹം വലിയൊരു കൊട്ടാരം പണിയാനായിട്ട് തീരുമാനിച്ചു, ഭയങ്കര കൊട്ടാരം. അപ്പോൾ ആശാരിക്കറിയാം, ഏറ്റവും നല്ല ആശാരിയെ വിളിച്ചു. ആശാരിയോട് പറഞ്ഞിരുന്നു കാശ് വാങ്ങാൻ സൂക്ഷിച്ചോണമെന്ന്, ഇടയ്ക്ക് വെച്ച് എന്നെ പറഞ്ഞു വിടുമെന്ന്. ആശാരി വലിയ മിടുക്കനായിരുന്നു. ആശാരി ഈ പണി ചെയ്തിട്ട് എല്ലാത്തിനും ഈ കൊതക്കേന്ന് പറഞ്ഞുകൊണ്ടല്ലോ, മേലെയറ്റം എവിടെയോ താഴെയറ്റം എല്ലാം തിരിച്ച് കൊതച്ചു. അപ്പോൾ യുവന്മാരിനി എന്നെ വിട്ടിട്ട് വേറെ തന്നെ വിട്ട് പണിതാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത് ഫിറ്റ് ചെയ്യരുത്. ചിലതിൻ്റെ മേളിൽ കൊതയ്ക്കേണ്ടത് താഴെ കൊതയ്ക്കേണ്ട മേളിൽ കൊതച്ചു ഒക്കെ കൊതച്ചു. അത് കഴിഞ്ഞ് വേറൊരു ആശാരിയെ വിളിച്ചു. ആ ആശാരിക്കും അറിയാമായിരുന്നു ഇവന് ഇത് ചെയ്യുമെന്ന്. അതുകൊണ്ട് ആശാരി എന്ത് ചെയ്യുന്നറിയാമോ, മറ്റവൻ കൊതച്ചതിൻ്റെ എല്ലാം ഓപ്പോസിറ്റായിട്ട് പണിതപ്പം വീടങ്ങ് ശരിയായി. കാരണം അവന് ചെയ്തത് എന്താണ്, ഓപ്പോസിറ്റ് കൊതച്ച് വെച്ചു. ഇവൻ ചെയ്തത് എന്താണ്, കൊതച്ചതിൻ്റെ ഓപ്പോസിറ്റിൽ പണി ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പണി ജയിച്ചതായിരിക്കുന്ന മനുഷ്യനറിയാം ഇവന്മാർ ഇങ്ങനെയുള്ളതായിരിക്കുന്ന തന്ത്രങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ തന്ത്രങ്ങൾ ചെയ്താലും എൻ്റെ വീട് ഞാൻ പണിതൊപ്പിക്കുമെന്ന് ബുദ്ധിയുള്ള ആളുകൾ തീരുമാനിച്ചു. പണി ചെയ്യാനായിട്ട് അറിയാൻ വയ്യാത്തതായിരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും ഇടയ്ക്കിടയ്ക്ക് പലതും മാറ്റണം. ആ മുറി മാറ്റി, അതിൻ്റെ പിന്നെ ഇത് മാറ്റി, അതിൻ്റെ ഭൂമുഖം അങ്ങോട്ടാക്കി, അത് പിന്നെ ശരിയല്ലെന്ന് കണ്ടപ്പോൾ അത് ഇങ്ങോട്ടാക്കി, അടുക്കള ഭാഗം അങ്ങോട്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ ടാഗോർ പറഞ്ഞതുപോലെയാണ്. ടാഗോർ പറഞ്ഞു, ഞാൻ പാട്ട് പാടണമെന്ന് വിചാരിച്ചായിരുന്നത്, എന്നിട്ട് വീണയിലാണ് പാടുന്നത്. വീണയുടെ കമ്പികൾ മീട്ടി മുറുക്കി ഇരുന്നു. പാട്ടിൻ്റെ സമയം കഴിഞ്ഞു. പാടാൻ ഉദ്ദേശിച്ച പാട്ട് പാടാനും ഒത്തില്ല, വീണയൊട്ട് ട്യൂൺ ചെയ്യാനും സാധിച്ചില്ല. പലരും അങ്ങനെയാണ്, പാടാൻ ഉദ്ദേശിച്ച പാട്ടും പാടിയില്ല, ട്യൂൺ ചെയ്യണമെന്ന് വിചാരിച്ച വീണയൊട്ട് ട്യൂൺ ചെയ്ത് നിരാശയിൽ എഴുന്നേറ്റ് പോകുന്നു. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പറ്റും. നെഹമ്യാവിന് അങ്ങനെ ആയിരുന്നില്ല. നെഹമ്യാവ് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. നിങ്ങളിത് വായിച്ചു നോക്കണം, ഞാൻ എല്ലാ ഭാഗവും വായിക്കുന്നില്ല. ശത്രുവിൻ്റെ തന്ത്രത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ പണി വിജയകരമായി നടത്താനായിട്ട് സാധിക്കൂ. യെരുശലേമിലേക്ക് വന്ന് യുദ്ധം ചെയ്ത് പണിക്കാരെ തോൽപ്പിക്കുകയും പണി നിർത്തിക്കുകയും ചെയ്യുക എന്നുള്ള തന്ത്രമാണ് സൻബല്ലത്തും തോബിയാവും തിരഞ്ഞെടുത്തത്. അവർ പറഞ്ഞു അത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പട്ടാളവുമായിട്ട് ചെന്നിട്ട് എന്ത് ചെയ്യണം, എല്ലാത്തിനെയും വെട്ടിക്കൊന്ന് മതിൽ പിടിച്ചെല്ലാം കഴിയുന്നു. പക്ഷേ ആ നീക്കത്തെ നെഹമ്യാവ് പരാജയപ്പെടുത്തി. നെഹമ്യാവ് മണത്തറിഞ്ഞു. അതെ, മണത്തറിഞ്ഞു. നെഹമ്യാവിനെ പല പ്രാവശ്യം വിളിച്ചു, നീ വരണം, സംസാരിക്കണം, വളരെ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു. നെഹമ്യാവ് അതിനെല്ലാം ഉത്തരം കൊടുത്തു. ശത്രുക്കളെ മനസ്സിലാക്കി, എടാ നമ്മുടെ തന്ത്രം മുഴുവനും അവൻ മനസ്സിലാക്കുന്നല്ലോ. നെഹമ്യാവ് എന്തൊരു നെഹമ്യാവിൻ്റെ ചില ആളുകൾ, യഹൂദന്മാരായ ചില ആളുകൾ ഈ സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും ബന്ധുക്കളായിരുന്നുകൊണ്ട് അവർ ചാരപ്പണി നടത്തി. അവർ ചെയ്തതായിരിക്കുന്ന ചാരപ്പണിയെ തോൽപ്പിക്കാനായിട്ട് നെഹമ്യാവ് എന്ത് ചെയ്തു, അതിനേക്കാൾ അപ്പുറത്ത് ചാരപ്പണി നടത്തി. അതെ, ചാരന്മാരെ തോൽപ്പിക്കാനായിട്ട് ചാരന്മാരെ സാധിക്കത്തുള്ളൂ.
അല്ലേ ഉള്ളൂ, അതേ ഉള്ളൂ. അതെ, കള്ളനെ പിടിക്കാൻ ആരെയാണ് നല്ല കള്ളന്മാരെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പോലീസ് അങ്ങനെയാണ്, ഏറ്റവും നല്ല കള്ളന്മാരെ തിരഞ്ഞെടുത്താണ് കള്ളനെ പിടിക്കുന്നത്. കാരണം ആ കള്ളനറിയാം ഇവൻ ഇത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഒക്കുമെന്ന്. അപ്പം നെഹമ്യാവ് നല്ല പണിക്കാരനായിരുന്നു, അതുകൊണ്ട് നെഹമ്യാവിനറിയാം എന്താ ചെയ്യുന്നതെന്ന്. അപ്പം നെഹമ്യാവ് എന്ത് ചെയ്തു? ജനത്തെ കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. അങ്ങനെ വാക്യം 4-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ അങ്ങനെ. കാരണം യുദ്ധം ഏത് സമയത്തും ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ജനത്തെ കുടുംബമായി നിർത്തി. എന്തിനാ കുടുംബമായിട്ട് നിർത്തി? മത്തായിച്ചൻ്റെ ഭാര്യ മക്കളും ഇവിടെ നിന്നേ, യോനാച്ചനും കുടുംബം അവിടെ നിന്നേ, ഇങ്ങനെ കുടുംബമായി. ഈ ശത്രു വന്ന ഭാര്യ മക്കളും ആ പുറകിലുള്ളതുകൊണ്ട് ഇവൻ യുദ്ധം ചെയ്യാതിരിക്കുമോ? വല്ലോൻ്റെ ഭാര്യ മക്കളെ സംരക്ഷിക്കാൻ എത്ര താല്പര്യം യുദ്ധം ചെയ്യും? അവൻ ഓടിക്കളയും. ഇവൻ ഓടാൻ നോക്കുമോ? ഇല്ല. അവൻ പറയും അവസാനം വരെ ഞാൻ പൊരുതും എൻ്റെ കുടുംബത്തിൽ. നെഹമ്യാവ് ഭയങ്കര സൈക്കോളജിയൊക്കെ അറിയാവുന്ന ആളാണ്. നെഹമ്യാവ് പറഞ്ഞു, അതെ, വല്ലവരും വേണ്ടി ഓച്ചാനിക്കാൻ പറഞ്ഞ ഒരു കാര്യമൊന്നുമില്ല. പറഞ്ഞ് എല്ലാവരെയും കുടുംബമായി നിർത്തി, നെടിയെ കുടുംബമായിട്ട് നിർത്തി, വാളും കൊടുത്ത് നിർത്തി. പറഞ്ഞു പണിയും ചെയ്തോണം, ശത്രു വരികയാണെങ്കിൽ നീ യുദ്ധം ചെയ്യണം, അല്ലെ നിൻ്റെ ഭാര്യ മക്കളും ആദ്യം കൊല്ലപ്പെടുന്നത്. നിനക്ക് ഓടിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. അപ്പം നെഹമ്യാവ് ഒരു നല്ല പണിക്കാരനാണ്, പണിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ് നെഹമ്യാവ്. അതുപോലെ നെഹമ്യാവ് പറഞ്ഞു, കാഹളം ഊതുന്നവരെ നെഹമ്യാവിന് കൂടെ നിർത്തി. എന്നിട്ട് എന്താ പറയുന്നറിയാമോ? കാഹളം ഊതുന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുക്കലേക്ക് ഓടി വരണമെന്ന്. കാഹളക്കാരൻ എവിടെ നിന്ന്? ജനറലിൻ്റെ ക്യാപ്റ്റൻ്റെ അടുക്കൽ കാഹളക്കാരൻ നിൽക്കണം, അവിടെ നിന്നാണ്. കാരണം കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ ശത്രു വരുന്നു, മനസ്സിലായി. ഉടനെ എന്ത് ചെയ്യണം? പട്ടാളത്തെ കൺസോൾട്ടേറ്റ് ചെയ്യണം, പട്ടാളത്തെ. അതിനെല്ലാവരും അവിടേക്ക് ഓടി വരണം. അപ്പം നെഹമ്യാവ് എന്ന് പറഞ്ഞതായിരിക്കുന്നത് ഈ പണിക്കാരനൊരു സാമാന്യ പണിക്കാരനായിരുന്നാണ് ഞാൻ പറയുന്നത്. ശക്തനായ ഒരു ക്യാപ്റ്റൻ്റെ വിവേകത്തോടു കൂടിയാണ് നെഹമ്യാവ് കാര്യങ്ങളെല്ലാം ചെയ്തത്. അങ്ങനെയാണ് നെഹമ്യാവ് ചെയ്തത്. അതെ, അതുകൊണ്ടാണ് ആ പണി വിജയിച്ചത്. പിന്നെ നെഹമ്യാവ് ഒരു തികഞ്ഞ മനഃശാസ്ത്രി, സൈക്കോളജിസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് വിചാരം സൈക്കോളജിയൊക്കെ ഇവർക്ക് പഠിക്കാനുണ്ടായിരുന്നു എൻ്റെ വിചാരമേ. കാരണം ഗവർണറാണ്, ട്രെയിനിങ് ഒക്കെ ഇല്ലേ. ദാനിയേലിനെയൊക്കെ തിരഞ്ഞെടുത്ത ശേഷം 3 വർഷം ട്രെയിനിങ് കൊടുത്തില്ലേ. അതുകൊണ്ട് ഇവർക്കും ട്രെയിനിങ് കൊടുത്തു. അത് തീർച്ചയായിട്ടും സൈക്കോളജി ഒക്കെ കൊടുത്തു കാണും. ഇൻഡസ്ട്രിയൽ സൈക്കോളജി മാത്രമല്ല, അവർക്ക് വാർ സൈക്കോളജി ഒക്കെ കൊടുത്തു കാണും. അപ്പോൾ നെഹമ്യാവ് ഈ പണി വിജയിക്കാനായിട്ട് ഒരുപാട് സൈക്കോളജി ഉപയോഗിച്ചു, ഒരുപാട്. 4:9 പറയുന്നു കാവൽക്കാരെ നിയമിച്ചു. 4:14 പറയുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പോരാടുവീൻ. കുടുംബത്തിന് വേണ്ടി പോരാടുന്ന സൈക്കോളജിയാണ്. സ്വന്തം പുത്രന്മാരെയും പുത്രിമാരെയും മാതാപിതാക്കളെയും സംരക്ഷിക്കുവാൻ ഓരോരുത്തരും സ്വന്തം വീടുകളുടെ മതിലുകൾ പണിയണമെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ വീടിൻ്റെ മുന്നിലത്തെ മതിൽ പണിയാൻ പറഞ്ഞു. എന്താ അതിൻ്റെ ഗുണമെന്ന് അറിയാമോ? എൻ്റെ വീടിൻ്റെ മുന്നിലത്തെ മതിൽ ഞാനാണ് പണിയുന്നതിന് എങ്ങനെയായിരിക്കും മതിൽ പണിയുന്നത്? നല്ല ശക്തമായിട്ട് പണിയും. നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ എൻ്റെ പണി എന്നോട് പറയാൻ പറഞ്ഞെങ്കിൽ എനിക്ക് പണിയാൻ അറിയില്ല, ഇതുപോട്ട് ഒരു വശം. എന്നാലും ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ പണിയുന്ന മതിൽ പോലെ ശക്തമായി പണിതെന്ന് വരികയില്ല. അതെ, ഞാൻ ഒരിക്കൽ സഹോദരന്മാരെല്ലാം കൂടി ഒരു സഭാ ഹോളിൻ്റെ ഭിത്തി പണിത് ഓർക്കുന്നുണ്ട്. ഓർക്കുന്നറിയും. 4 മണിയായപ്പോൾ ഞാൻ ഈ ഭിത്തി കാണാൻ ചെന്നു. ഞാൻ ചെന്ന് നോക്കിയിട്ട് അവിടെ വന്ന് പറഞ്ഞു 1/2 മണിക്കൂറുള്ള ഭിത്തി താഴെ വീഴുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു സൈഡിലെ ഭിത്തി മുഴുവൻ കടന്നു വീണു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പണി അറിയാൻ വയ്യാത്ത കുറച്ച് പേരും വന്ന് അവരും ചോദിച്ചു ഞങ്ങളും പണിതോട്ടെ എന്ന് പറഞ്ഞു. പണിതോളാൻ സഹോദരന്മാർ പറഞ്ഞു. അവർ കല്ല് വെച്ച് ഒരു കല്ലിൻ്റെ പുറത്ത് ഒരു കല്ലിൻ്റെ പുറത്ത് ഒരു കല്ലിൻ്റെ പുറത്ത്. അപ്പോൾ ഇങ്ങനെ കല്ല് വെച്ച് ഇങ്ങനെ നിൽക്കുക. ഞാൻ വന്നപ്പം ഇങ്ങനെ നിൽക്കേണ്ട പറ്റി ഇങ്ങനെ നിൽക്കുക. സഹോദരന്മാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചിലർക്ക് ഇത് എങ്ങനെയാണ് പണിയേണ്ടതെന്നും അറിയില്ല. എല്ലാവരെയും കൊണ്ട് പണി നടക്കുമോ? എല്ലാവരെയും കൊണ്ട് പണി നടക്കുകയില്ല. പണി നടത്തണമെങ്കിൽ ആ ദൗത്യം വിജയിക്കാനായിട്ട് ആവശ്യമായത് ചെയ്യാനായിട്ട് കഴിവുള്ളതായിരിക്കുന്ന ആളുകൾ വേണം. 4-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രിമാർക്കും പുത്രന്മാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവിനെന്നാണ്. അവനവൻ്റെ വീട് സംരക്ഷിക്കാനും പുത്രിമാരെയും പുത്രന്മാരെയും ഭാര്യമാരെയും സംരക്ഷിക്കാനും വേണ്ടി യുദ്ധം ചെയ്യുന്ന ആ ഒരു സ്പിരിറ്റിൽ ചെയ്യില്ല. നെഹമ്യാവിനത് അറിയാമായിരുന്നു. അതുകൊണ്ട് നെഹമ്യാവ് അങ്ങനെ പറഞ്ഞു. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുവാൻ ജീവൻ കളഞ്ഞു പോരാടും. നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാവരുടെയും പണി ആരുടെയും പണിയല്ല. എവരി മാൻസ് വർക്ക് ഈസ് നോ മാൻസ് വർക്ക്. സഭാകാരും ശരിക്കും പോകാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും അങ്ങ് ചെയ്യാം.
എല്ലാവർക്കും കൂടെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? എല്ലാവരും കൂടെ ചേർന്ന് പാട്ട് ശരിയാകുമോ? ഒരിക്കലും ആവില്ല. പാടാനറിയാവുന്ന സംഗീത പ്രമാണികൾ മുന്നണിക്കണം. ആരാധന സ്തോത്രം ആരംഭിക്കുന്ന, അങ്ങനെയല്ലേ പഠിക്കുന്നത്? ആരാധന സ്തോത്രം ആരംഭിക്കാൻ ആളുണ്ട്. ആരെങ്കിലും സ്തോത്രം ആരംഭിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സ്തോത്ര ശുശ്രൂഷ മുഴുവൻ അവതാളത്തിലാകും. ഞാൻ പറയാം, അതെ. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒക്കുകയില്ല. പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥന ശരിയാവില്ല. ആരെങ്കിലും പ്രസംഗിച്ചാൽ ശരിയാവുമോ? പ്രസംഗത്തിന് ട്രെയിനിങ് കിട്ടിയവർ പ്രസംഗിക്കണം. അങ്ങനെ വേണം. നമ്മുടെ ഇടയിലെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതെന്താണെന്നറിയാമോ? എവരി മാൻസ് വർക്ക് ഈസ് നോ മാൻസ് വർക്ക്. സഭ എല്ലാവരുടെയും അല്ലേ, എല്ലാവരും കൂടി ചേർന്ന് അങ്ങ് ചെയ്യും. ഞങ്ങൾ ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. പാചകക്കാർ കൂടിയാൽ കറി മോശമായി പോകും. ആൾക്കൂട്ടത്തിൻ്റെ പാമ്പ് ചാകില്ല. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രയോഗങ്ങളില്ലേ നമ്മുടെ ഇടയിൽ. ഇതൊക്കെ എവിടെ നിന്ന് വന്നറിയാമോ? യാഥാർത്ഥ്യമാണ്. അങ്ങനെയൊന്നുമില്ല. പാമ്പിനെ അടിക്കണമെങ്കിൽ പാമ്പിനെ അടിക്കാൻ അറിയാവുന്നവർ പാമ്പിനെ അടിക്കണം, അല്ലെങ്കിൽ പാമ്പ് ചാവില്ല. അതെ, ഏത് സമയത്തും ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാകാം എന്നതിനാൽ ആയുധസജ്ജരായി പണി ചെയ്യുവാൻ നിർദ്ദേശിക്കപ്പെട്ടു. നെഹമ്യാവ് എന്താ പറയുന്നത്? 4:17 പറഞ്ഞത് എന്താ? നിങ്ങൾ ഓരോരുത്തൻ കയ്യിൽ പ്രതിരോധായുധവും മറ്റേ കയ്യിൽ പണിയായുധവും ഏന്തിക്കൊണ്ട് പണിയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഒരു കയ്യിൽ പ്രതിരോധത്തിനുള്ള ആയുധം, വാൾ ഒരു കയ്യിൽ, മറ്റേ കയ്യിൽ പിക്കാക്സും തൂമ്പായും ചട്ടിയും കൊട്ടയും എല്ലാം. അതെങ്ങനെയാണ് പണി? ഇത് ജീവൽ മരണ പ്രശ്നമാണ്. ഇത് ജീവൽ മരണ പ്രശ്നമാണ്. ആ മനോഭാവത്തോടു കൂടെ പണി ചെയ്തെങ്കിലേ പണി വിജയിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നെഹമ്യാവ് എന്തോ ഒരു മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സൈക്കോളജിയാണ് ഉപയോഗിച്ചത്. ആളുകളെ മനസ്സിലായി. സ്വന്തം കുടുംബത്തിന് വേണ്ടി പോരാടുന്ന പോലെ പൊതുവിന് വേണ്ടി പോരാടില്ല. സ്വന്തം കുടുംബത്തിൻ്റെ മതിൽ കെട്ടുന്നത് പോലെ പൊതുവിൻ്റെ മതിൽ കെട്ടപ്പെടുകയില്ല. ഇല്ല. ചില ജോലികൾ ചെയ്യുമ്പോൾ ജോലി മാത്രം ചെയ്താൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? കയ്യിൽ ആയുധവും വേണം. കാരണം ഇത് ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാകാവുന്ന സ്ഥലത്താണ് പണി നടക്കുന്നത്. ഏത് സമയത്തും അവർ വരാം. അമ്മ വരുമ്പോൾ എടാ ആ വാളിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ, എവിടാ വാള്? എടാ അത് അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇല്ല. എടാ അത് അങ്ങേപ്പുറത്തോടാ ഇരിക്കുന്നത്. നടക്കുമോ? ഇല്ല. ശത്രു വരുമ്പോൾ ഇതിലൊന്നും പോകാൻ സമയമൊന്നും നമുക്കില്ല. അതുകൊണ്ട് എല്ലാവരും വാളരക്കി കെട്ടിക്കോളാൻ പറഞ്ഞു. ക്രിസ്തീയ വേലയും അതുപോലെയാണ്. പ്രാർത്ഥനയ്ക്കും പ്രവർത്തനത്തിനും എല്ലാത്തിനും നമ്മുടെ വാളാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊരു കയ്യിൽ വേണം. നമ്മുടെ പണിയാണ് സുവിശേഷ പ്രവർത്തനം, അത് വേറൊരു കയ്യിൽ വേണം. ശത്രു ഏത് സമയത്തും വരാം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം. ആദ്യം സ്വന്തം കുടുംബത്തെ രക്ഷയ്ക്ക് വേണ്ടി വേണം പ്രവർത്തിക്കാൻ. രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന മക്കളും അല്ലേ, ചില ആളുകൾ അങ്ങനെയാണ്. സുവിശേഷ വേല. നിൻ്റെ മക്കളെ നീ രക്ഷിച്ചോ? നിൻ്റെ മക്കൾ രക്ഷിച്ചോ? സ്വന്തം മക്കൾ രക്ഷിക്കപ്പെടാത്തവർക്ക് മറ്റുള്ളവരുടെ മക്കൾ രക്ഷിക്കാൻ എന്താ അവകാശം? അതെ, അതൊക്കെ ഇല്ലെന്നേ. മോശ ഇസ്രായേൽ മക്കളെ രക്ഷിക്കാനായിട്ട് പോയില്ലേ മിസ്രൈമിലേക്ക്? അതെ, ഭാര്യയും 2 മക്കളെയും വിളിച്ചുകൊണ്ട് പോയി. ആദ്യത്തെ രാത്രി തന്നെ സത്രത്തിൽ വെച്ചൊരു ചെറിയ സംഭവം ഉണ്ടായി. എന്താ? രാത്രി 12 മണിയായപ്പോൾ മോശ കണ്ടല്ലോ, എപ്പോഴും നോക്കിയപ്പോൾ 2 കണ്ണ് ജീപ്പിൻ്റെ കണ്ടുപോലെ ഇങ്ങനെ തെള്ളി വരുന്നു. പെട്ടെന്ന് ചെന്ന് ബാഗ് എടുത്തു, കത്തിയെടുത്ത് കൊണ്ടുവന്ന് ചെറുക്കൻ്റെ ജട്ടി അങ്ങോട്ട് മാറ്റി മുറിച്ചിട്ട് ഒരൊറ്റ ഏറാണ് അവനെ. ബ്ലഡി ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് ഇംഗ്ലീഷിൽ, യു ബ്ലഡി ഹസ്ബൻഡ്. രക്തമണവാളെന്ന് നല്ല ഭാഷയിൽ മലയാളത്തിൽ അത് പരിഭാഷ ചെയ്ത്. എന്താ സംഭവിച്ചത്? ആദ്യത്തെ കൊച്ചുണ്ടായപ്പോഴേ, 2 മക്കളല്ലയോ, ആദ്യത്തെ ഉണ്ടായപ്പോൾ മോശ പറഞ്ഞു സിപ്പോറോട്, സിപ്പോറ ഞങ്ങളൊക്കെ യഹൂദന്മാരാണ്, ഞങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ കർമ്മം ഉണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ? മക്കളുണ്ടാകുമ്പോൾ ഉള്ള കർമ്മത്തിനെന്താ? എല്ലാ മക്കൾക്കും കർമ്മമില്ല. ചോറ് കൂട്ടുണ്ട്, പൂണൂല് കിട്ടുന്നുണ്ട്, അങ്ങനെ ഓരോ കർമ്മമില്ലയോ? എന്നാൽ ചെയ്താട്ടെന്ന് പറഞ്ഞു. അതെ, അവളെ ഭാര്യ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നോക്കിയിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കൊച്ചു രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. ഇതെന്തൊരു കർമ്മമായി മനുഷ്യൻ ചെയ്തത്? ഈ ഭ്രാന്താണ്, ഇതെന്തോട്ടോ ചെയ്തതെന്ന് ചോദിച്ചു. രണ്ടാമത്തെ കൊച്ചുണ്ടായപ്പോഴും അടുത്തെന്ന് പറഞ്ഞു, അതെ സിപ്പറ, ഞങ്ങൾക്കൊരു ചെറിയ കർമ്മമുണ്ട് ചെയ്യാൻ പറഞ്ഞ് കൊച്ചിനെ തൊട്ട് പോയെങ്കിൽ നീ പോയത് തന്നെ. അന്ന് രാത്രി വഴക്കുണ്ടായിട്ടാണ് കിടന്നുറങ്ങിയത്. മോശ പറഞ്ഞു, സ്വന്തം മോനെ റെഡിയും ചെയ്യാൻ വീണ്ടെടുക്കാതെ ശ്രേജനത്തെ വീണ്ടെടുക്കാനായിട്ട് പോയാൽ നടക്കുന്ന കാര്യമല്ല. ദൈവം പറഞ്ഞു, നിനക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞു. നിനക്ക് യോഗ്യതയില്ല. സ്വന്തം കുടുംബത്തിൽ മക്കളെ രക്ഷയിലേക്ക് നടത്താത്തവരും
ചിലരുടെ മക്കൾ നിരീശ്വരന്മാരാണ്, മക്കളെ പരിണാമവാദികളാണ്, യുക്തിവാദികളാണ്, ഭോഗവാദികളാണ്, കള്ളുകുടിയന്മാരാണ്, എല്ലാമാണ്. എന്നിട്ട് എന്തു ചെയ്യും? ആളുകളെ എല്ലാം രക്ഷിക്കാനായിട്ട് നടക്കും. സാധിക്കുമോ? സാധിക്കില്ല. ഞങ്ങളുടെ നാട്ടിലൊരു ഉപദേശം ഉണ്ടായിരുന്നു, നല്ല മനുഷ്യൻ, അദ്ദേഹത്തെ പോലെ ഭക്തനായ ഒരു മനുഷ്യനില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹത്തിന് മക്കൾ കുടിയന്മാരായിരുന്നു. അപ്പൻ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മോൻ അങ്ങേ ജംഗ്ഷനിൽ അടിയാ കുടിച്ചേച്ച് വന്നിട്ട്. അവസാനം നാട്ടുകാർ പറഞ്ഞു, എൻ്റെ സാറേ ഈ പരിപാടി അങ്ങ് നിർത്താൻ പറ്റും, ഒന്നി സാറ് ചെറുക്കനെ നന്നാക്കുക, അല്ലെങ്കിൽ കാരണം പ്രസംഗം നിർത്ത്. രണ്ടും കൂടെ പോവും. നമ്മുടെ മക്കൾ, എൻ്റെ മക്കളെ രക്ഷിക്കാൻ കഴിയാത്ത സുവിശേഷം വേറെ ആർക്കും ആവശ്യം? അതാവശ്യമില്ല. അപ്പം നെഹമ്യാവ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തത്. അതെ, ജീവിതത്തിൻ്റെ വ്യക്തിപരമായ പല ആവശ്യങ്ങളെ പോലും മനഃപൂർവ്വം ഒഴിവാക്കി ദൈവം ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നവനാണ് ശരിയായ നേതാവെന്ന് പറഞ്ഞാൽ. ശരിയായ പണിക്കാരൻ അങ്ങനെയാണ്. സ്വന്തം ആവശ്യങ്ങളെ നീക്കി വച്ചിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ നടത്തണമെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ പറയുന്ന 4:21 പറയുന്ന കുളിക്കുന്ന സമയത്തു കൂടെയും ഞങ്ങൾ ആയുധം ധരിക്കുകയും ഉടുപ്പ് മാറാതിരിക്കുകയും ചെയ്തു എന്നാണ്. കുളിക്കുന്ന സമയത്ത് ഉടുപ്പ് മാറാതെന്ന് പറഞ്ഞാൽ ഉടുപ്പ് ഊരാതെ കുളിച്ചു എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. ഉടുപ്പ് ഊരിയാണ്, പക്ഷേ ഉടുപ്പ് മാറാനൊന്നും ഇല്ലായിരുന്നു. ആ ഉടുപ്പ് തന്നെ എടുത്തിട്ടു. അതിനുള്ള സമയമുള്ളൂ. അങ്ങനെ സ്വന്തം ആവശ്യങ്ങൾ ത്യജിക്കുവാൻ മനസ്സുള്ള ആളാണ്. അവർക്ക് മാത്രമേ പണി ശരിക്കും നടത്താനുള്ളൂ. ഒരു സഭയുടെ കാര്യങ്ങൾ നടത്തുന്ന ആളാണെങ്കിൽ സഭയിലെ വിശ്വാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ആവശ്യങ്ങളെ മാറ്റിവെച്ച് ത്യാഗം ചെയ്യുവാൻ മനസ്സുള്ളവർക്ക് സാധിക്കും. അല്ലാത്തവർക്ക് സാധിക്കുകയില്ല. ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ തന്ത്രങ്ങൾ മെനയുന്നവനായിരിക്കും ശരിയായ പണിക്കാരൻ. ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ തന്ത്രങ്ങൾ. നെഹമ്യാവ് എന്ത് ചെയ്യുന്നറിയാമോ? നെഹമ്യാവിനോട് ആരോ പറഞ്ഞു അവർ വരുന്നുണ്ടെന്ന്, എന്നാൽ 2 ഷിഫ്റ്റ് ആക്കിയേക്കാമെന്ന് പറഞ്ഞു. ഒരു രാത്രി ഷിഫ്റ്റ്, ഒരു പകൽ ഷിഫ്റ്റ്. ആളുകൾ 2ആയിട്ടങ്ങ് അങ്ങനെ തിരിച്ചു. എന്നിട്ട് ഒരു കൂട്ടം ആളുകളെ കാവലിൽ നിർത്തി, ഒരു കൂട്ടം ആളുകളെ പണിയാനും നിർത്തി. അങ്ങനെ നോക്കും. അല്ല എല്ലാവരും പോയിന്ന് പണിതാലും ശരിയാവില്ല. അങ്ങനെ അതെ, മുന്നിൽ കൂടെയോ പിന്നിൽ കൂടെയോ ശത്രു വന്ന് പെട്ടെന്ന് ജനങ്ങളെ ആക്രമിച്ച് ആളുകളെ ഭദ്രമായി കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് ഉണ്ടായത്. അതുകൊണ്ട് നെഹമ്യാവ് പറഞ്ഞു, പാതിപ്പേർ വേലയ്ക്കും പാതിപ്പേർ കാവലിനും വേണ്ടി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഏതാ പണിക്കാരുടെ പുറകിൽ കുറച്ച് പേര് നിൽക്കട്ടെ, മുന്നിൽ നിന്ന് പണിക്കാരൻ. എന്തോ ഒരു തന്ത്രമാണ്. പ്രവാസത്തിൽ നിന്നും വളരെയധികം ആളുകൾ തിരിച്ചു വന്നില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 50,000-ഓടടുത്ത് ഒരു ജനസംഘം മാത്രമേ തിരിച്ചു വന്നുള്ളൂ. എന്നാൽ യഹൂദയുടെ മുഴുവൻ പ്രദേശത്തും ആൾതാമസം ഉണ്ടായിരിക്കണം. യെരുശലേമിൽ മാത്രം കുറച്ച് പേര് താമസിച്ചാൽ മതിയോ? ഇല്ല. നെഹമ്യാവ് എന്താ ചെയ്യുന്നറിയാമോ? യെരുശലേമിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയി പാർക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി, എന്നിട്ട് വോളണ്ടിയേഴ്സായിട്ട് ഞങ്ങൾ അവിടെ പോയി താമസിച്ചോളാം. അതുപോലെ യെരുശലേമിൽ യുദ്ധമെല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് യെരുശലേമിൽ താമസിക്കാൻ ആർക്കും താല്പര്യമില്ല. ആളുകളെ ഉത്സാഹിപ്പിച്ച് കുറച്ച് പേരെ യെരുശലേം പട്ടണത്തിനകത്ത് താമസിപ്പിച്ചു, കുറച്ച് പേരെ ക്രിസ്തുസ്ഥലങ്ങളിൽ താമസിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഹി ഡിസ്പേഴ്സ് ദ പോപ്പുലേഷൻ. ജനങ്ങളെ എന്ത് ചെയ്തു? എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിച്ചു. ഒരു നല്ല പണിക്കാരന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വളരെ ചിട്ടയായിട്ടാണ് കാര്യങ്ങൾ. ആളുകളെ വിളിച്ചു കൂട്ടി. നമുക്കൊരു 50,000 പേരുണ്ട്, അതിലൊരു 20,000 പേര് യെരുശലേം പട്ടണത്തിനകത്ത് താമസിക്കണം, ബാക്കി 30,000 പേര് വില്ലേജുകളിൽ പോയി താമസിക്കണം. ആരുണ്ട്? ആളുകളെ ഒരുക്കി. എന്തെല്ലാം കാര്യങ്ങളിൽ നെഹമ്യാവിൻ്റെ ശ്രദ്ധ പോയെന്നറിയാം. അതെ, അതുപോലെ തന്നെ ജോലിക്കാർക്കിടയിലെ ആന്തരിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിച്ചു കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഒരു പണിക്കാരൻ. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ, ഒരു കങ്കാണി എന്ന് പറഞ്ഞാൽ അതാണ്. ജോലിക്കാരുടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? പ്രവാസത്തിൽ നിന്നും വന്ന ജനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായിരുന്നു. ഈ പരിതാപകരമായ സ്ഥിതിയെ ചൂഷണം ചെയ്യുവാൻ ആവോളം ശ്രമിച്ച ആളുകളുണ്ട്. ചില ദ്രവ്യാഗ്രഹികൾ ജനത്തിനിടയിലുണ്ടായിരുന്നു. അവർ അമിത പലിശയ്ക്ക് അവർ കടം കൊടുത്തു. കൃത്യസമയത്ത് കടം തിരിച്ച് അടയ്ക്കാത്തവരുടെ പെൺമക്കളെ അടിമകളാക്കി കൊണ്ടുപോയി, അന്യജാതിക്കാർ കൊണ്ട് വിറ്റു. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. നെഹമ്യാവ് 5-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുമ്പോൾ താൻ ഒരു മഹായോഗം വിളിച്ചു കൂട്ടി. അന്യായ പലിശ വാങ്ങുകയും മക്കളെ അടിമകളാക്കുകയും ചെയ്തവരെ കഠിനമായി ശാസിച്ചു. നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല. നമ്മുടെ ശത്രുക്കളായ ജാതികൾ നിന്നെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ? ഞാനും എൻ്റെ ഭൃത്യന്മാരും സഹോദരന്മാരും എൻ്റെ ഭൃത്യന്മാരും
അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്തിരിക്കുന്നു. നാം ഈ പലിശ ഉപേക്ഷിച്ച് കളയുക. നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും അവർക്ക് മടക്കി കൊടുപ്പീൻ. 5-ാം അധ്യായത്തിന് 9-11 വരെ. ജനം ചെയ്ത തെറ്റ് അവരെ കൊണ്ട് ഞങ്ങൾ തിരുത്താമെന്ന് പറഞ്ഞു. പുരോഹിതന്മാരെ കൊണ്ടൊന്ന് കരാറിൽ വെച്ചു. നെഹമ്യാവ് ഇങ്ങനെ മടി കുടഞ്ഞു. ഇതിനെ ലംഘിക്കുന്നവനെ ദൈവം ഇങ്ങനെ കുടഞ്ഞു കളയട്ടെന്ന് പറഞ്ഞു. അവസാനം മുതലാളിമാർ പറഞ്ഞു, തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞു, തന്ന പണം വെച്ചോളാൻ പറഞ്ഞു. നെഹമ്യാവെന്ന് പറഞ്ഞ ഒരു പണിക്കാരനാണ്. അല്ലേ പണി നടക്കുകയില്ല. വീട്ടു പ്രശ്നമുള്ളപ്പോൾ പണി നടക്കുമോ? കുടുംബ പ്രശ്നമുള്ളപ്പോൾ പണി നടക്കുമോ? ഇല്ല. വീട്ടിൽ ഭാര്യയും മക്കളും കരച്ചിലാണ്. ഞങ്ങളെ അടിമകളാക്കി പിടിച്ചു. ഞങ്ങളുടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, അതിനെ കൊണ്ടുപോയി വിറ്റു, ജാതികൾ കൊണ്ടുപോയി അടിമയായിട്ട്. അന്നുകൊണ്ട് ആത്മീയരായ ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷ ചെയ്യുന്നവർ. നെഹമ്യാവ് അവരെ മുഴുവനും താൻ സത്യസന്ധനായ ഒരു ഭരണാധികാരി മാത്രമായിരുന്നില്ല, നീതിന്യായവും നടത്താൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ആയിരുന്നു. അതെ. അതുപോലെ നെഹമ്യാവിനെ പറ്റി പറയുന്നത് പണിക്ക് ആവശ്യമായ സാമർഥ്യവും അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന അറിവുള്ള ആളായിരുന്നു. പണിയിലുള്ള സാമർഥ്യം മാത്രം പോരാ. പലപ്പോഴും പണിയിൽ സമർത്ഥനാണെങ്കിലും പണിക്കാരെ കൊണ്ട് പണി ചെയ്യിക്കാൻ സമർത്ഥനല്ല. ശരി, ആൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. പണിക്കാരൻ ഒന്നാമത് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നെഹമ്യാവിനതുണ്ടായിരുന്നു. എത്ര വർഷം എടുക്കുമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നും പണി നടത്തുവാൻ ആവശ്യമായ സാധനങ്ങളെക്കുറിച്ചും മറ്റ് നിയമ നടപടികളെക്കുറിച്ചും നെഹമ്യാവ് നല്ല അറിവുണ്ടായിരുന്നു. നെഹമ്യാവ് രാജധാനിയിൽ നിന്ന് പോരുമ്പോൾ രാജാവിനോട് എഴുത്തു വാങ്ങി. എന്തൊക്കെ എഴുത്താണ് വാങ്ങിയത്? താൻ യെരൂശലേമിൽ ചെന്നാൽ താമസിക്കാൻ പോകുന്ന വീടിനും മറ്റും ആവശ്യമായ തടി തരാനായിട്ട് വനവിചാരകനായ ആസാഫിന് വേണ്ടി എഴുത്ത് വാങ്ങിക്കൊണ്ട് പോകുന്നു. നമ്മളൊക്കെ അന്ന് പറയും, യെരൂശലേമിൽ വന്നാൽ തടി വേണം. ശേടാ, അത് ഒത്തില്ലല്ലോടാ. ആസാഫിനൊരു അന്ന് രാജാവിനോട് ലെറ്റർ വാങ്ങിച്ചിട്ട് വന്നത്, അതും ഒത്തില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? നെഹമ്യാവ് അവിടെയുള്ള മരം മുറിച്ചാൽ ഫോറസ്റ്റുകാർ വന്ന് അറസ്റ്റ് ചെയ്യും. നെഹമ്യാവിനറിയാം. അപ്പം നെഹമ്യാവ് ആസാഫിന് ആവശ്യമായ ലെറ്റർ വാങ്ങി. ഞാൻ പറഞ്ഞതൊരു പണി നടത്താനായിട്ട് ഒരാൾ ഇടപെടുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പണിക്കാരന് പണി നടത്താമെന്നറിയാം. അതെ. ഇത് എണ്ണ മൂത്ത് കഴിയുമ്പോഴാണ് കടുവ് നോക്കുന്നത്. എണ്ണ തിളച്ച് കിടക്കുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾ പോയി പെട്ടെന്ന് ഇച്ചിരി കടുവ് വാങ്ങിച്ചിട്ട് വന്ന മനുഷ്യനെ. കടുവ് വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്ക് എണ്ണ മുഴുവൻ കരിഞ്ഞു. അതും പറ്റി. ഇല്ലേ? ശരിയാവുമോ? ഇല്ല. ഏത് ചെറിയ കാര്യമാണെങ്കിലും ആ കാര്യത്തിൽ. ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരിക്കുന്ന സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ നടുക്ക് ഒരു ചെറിയ വരയുണ്ടായിരുന്നു. ആ വര കൊണ്ട് മാത്രം അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടു. ആ വര അവിടെ ഉണ്ടായിരിക്കേണ്ട വരയല്ല, ബാങ്കുകാരുടെ തെറ്റുകൊണ്ടുണ്ടായ വരയാണ്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തെറ്റാന്ന് പറഞ്ഞു. നിങ്ങൾ വരയുള്ള നമ്പരാണ് തന്നത്, വരയില്ലാത്തതാണ് നമ്പർ. ആ ബാങ്കിലും അങ്ങനെ വരയില്ലെന്ന് പറഞ്ഞിടയ്ക്ക്. പിന്നെ ഞാൻ തിരുത്താനൊക്കെ പോയി, അവർ സമ്മതിച്ചില്ല. തെറ്റ് പറ്റിയത് തെറ്റാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ ശരിയാക്കിയാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് അർഹമായ കാര്യങ്ങൾ തന്നെ കിട്ടും. അപ്പോൾ പിന്നെ അർഹമില്ലാത്ത കാര്യങ്ങളായാലോ? നെഹമ്യാവ് അങ്ങനെ ആയിരുന്നില്ല. എല്ലാത്തെക്കുറിച്ചും വ്യക്തമായ നടത്തിപ്പ്, ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടാണ് നെഹമ്യാവ് അവിടുന്ന് പോകുന്നത് ഞാൻ വിചാരിക്കുന്നു. എത്ര തടി വേണം, എത്ര കല്ല് വേണം, എത്ര സിമെൻറ്റിൽ അന്ന് എന്താ കുമ്മായമോ എന്താ ഉപയോഗിക്കുന്നത് അത് വേണം, എത്ര പണിക്കാർ വേണം, എല്ലാ കാര്യങ്ങളും ഹി വാസ് റെഡി. ദൈവകൃപയെക്കുറിച്ച് വളരെ ബോധവാനായിട്ടാണ് നെഹമ്യാവ് ജീവിച്ചതും പ്രവർത്തിച്ചത് ഒരു പണിക്കാരൻ നിലയിൽ. 2-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. തൻ്റെ മിടുക്കുകൊണ്ടോ താൻ നല്ല ജോലിക്കാരനായിരുന്നത് കൊണ്ടോ രാജാവ് തന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നു കൊണ്ടാണ്. അതുപോലെ യെരൂശലേമിൽ വന്നിട്ട് എന്താണ് പറഞ്ഞത്? അതേക്കുറിച്ച് പറയുന്നത്, യെരൂശലേമിൽ വന്നിട്ട് ജനങ്ങളോട് ആദ്യം ചെന്ന് പറഞ്ഞില്ല, ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ മതിൽ കെട്ടാനാണ്. താൻ രാത്രി എന്തെഴുതു? തന്നെ രാത്രിയുടെ ഇറ്റിൽ ഒരു കഴുതയുടെ പുറത്ത് കയറി ആ കിലോമീറ്ററുകളെല്ലാം താണ്ടി ചട്ടിക്കുപ്പാരങ്ങൾക്ക് മീതെ കൂടെ പോയി. എന്തിനാ പോയത്?
പണി എങ്ങനെയുണ്ട്, എന്തൊക്കെ പണിയാണ് ചെയ്യേണ്ടത്, എവിടൊക്കെയാണ് പ്രശ്നമുള്ളത്, എന്തോരു കല്ല് വേണ്ടി വരും, എന്തോരു തടി വേണ്ടി വരും, എന്തോരു പണിക്കാർ വേണ്ടി വരും, എത്ര കൊട്ട വാങ്ങണം, അല്ലേ, എത്ര ചട്ടി വാങ്ങണം, എല്ലാം നടന്ന് നോക്കി. എല്ലാം നടന്ന് നോക്കിയതിന് ശേഷം താൻ ജനങ്ങളെ വിളിച്ചു കൂട്ടി അവരോട് പറഞ്ഞു, യെരൂശലേം ശൂന്യമായതും അതിന് മതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നതുമായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. ഏതനർത്ഥം? നെഹമ്യാവ് കയറി കണ്ടിട്ടാണ് വന്ന് പറയുന്നത്, ഈ അനർത്ഥം കാണുന്നുവല്ലോ. എന്നിട്ട് പറഞ്ഞു, വരുവീൻ, നാം ഇനിയും നിന്നപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. ജനം എന്തോ പറഞ്ഞു? നാം എഴുന്നേറ്റ് പണിയുക. പണി നടക്കണമെങ്കിൽ ഈ പണിയെക്കുറിച്ച് തന്നെ നമുക്കൊരു ഭാരം ഉണ്ടാകണം, വേണ്ടേ? എന്തിനാ നെഹമ്യാവ് ഈ രാത്രിയിൽ ആരും ഇല്ലാതെ ഈ കഴുതര പുറത്തിങ്ങനെ അതിലെല്ലാം കയറി ഇറങ്ങി നടക്കുന്നത്? അത് കണ്ടിട്ട് വേണം തൻ്റെ ഹൃദയം പൊട്ടാൻ. താൻ ജനങ്ങളെ വിളിച്ച് പറയുമ്പോൾ നാം അനുഭവിക്കുന്ന നിന്നയെന്ന് പറയുമ്പം ഏത് നിന്ന, ആരുടെ നിന്ന എന്ന് ജനങ്ങൾ ചോദിച്ചാൽ പറയണം, ഞാൻ കഴിഞ്ഞ രാത്രി നടന്ന് കണ്ടത് ആ നിന്നയൊക്കെ. നിങ്ങളൊന്നും കണ്ടില്ലേ അത്? അപ്പോൾ പലപ്പോഴും നമുക്ക് സുവിശേഷ വില വേണമെന്ന് പറയുമ്പോൾ ഒരു സ്നാനം നടന്നിട്ട് എത്ര കാലമായി, ഒരു പുതിയ കുടുംബ സഭയിലിട്ട് വന്നിട്ട് എത്ര കാലമായി, ഉള്ള ആളുകളെ തന്നെ ഇവിടെ കൊണ്ടു നടക്കാൻ വയ്യ, ഇനിയും പുതിയതിനെ കൊണ്ടുവരാൻ. ശരിയല്ലേ അവർ പറഞ്ഞത്? 4 പേരും 9 അഭിപ്രായവും. അങ്ങനെയൊന്നും പോവില്ല, ഒന്നും പോവില്ല. നാം ഇനിയും നിന്നപാത്രമായിരിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ, നാം നിന്നപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ ഒരാൾ പോലെ ഒരു എതിരഭിപ്രായം പറഞ്ഞില്ല. അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, നാം എഴുന്നേറ്റ് പണിയുക. പിന്നെ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാനായിട്ട് നെഹമ്യാവ് ഒരു കാര്യം ചെയ്തിരുന്നു. നെഹമ്യാവ് പറഞ്ഞു, ഞാൻ രാജാവിനോട് പറഞ്ഞതും രാജാവ് പ്രതികരിച്ചതും രാജാവ് എനിക്ക് അനുവാദം തന്നതും തടിക്ക് പെർമിഷൻ തന്നതും എല്ലാ കാര്യവും വിവരിച്ച് പറഞ്ഞു. അപ്പം ജനങ്ങൾക്ക് രാജാവിൻ്റെ സപ്പോർട്ടുണ്ടല്ലേ, എന്താ നമുക്ക് പണിത് കളയാം, അല്ലേ? അപ്പോൾ അതാണ് ജനങ്ങളെ ഉത്സാഹിപ്പിക്കുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ. എന്താണ് പറയേണ്ടത്, എപ്പോഴാണ് പറയേണ്ടത്, ആരോടാണ് പറയേണ്ടത്, ഇതെല്ലാം അറിയാവുന്ന ഒരു നേതാവും പണിക്കാരനുമായിരുന്നു നെഹമ്യാവ്. ഞാൻ നെഹമ്യാവിനെ ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനുണ്ട് നെഹമ്യാവിൽ നിന്നും. ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അന്യോന്യം ധൈര്യപ്പെടുത്തുന്ന ആളുകൾ നന്നേ കുറവാണ്. ചിലർ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ദൈവാലയം ഏതായാലും പണിതല്ലോ, അവിടെ ഒരു യാഗപീഠം ഉണ്ടല്ലോ, ഒരാളും കൂട്ടി അതിലെ കൊണ്ടുപോയാൽ പോരാല്ലോ, അങ്ങനെയും മാടുമൊക്കെ നടന്നങ്ങ് ചെന്നോളൂ, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറുത്ത് കത്തിച്ചേച്ച് പോരാ, ഇനി അതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളാണ്. അങ്ങനെ പറയാനായിട്ട് ഒരുത്തിന് ധൈര്യം വരരുത് നെഹമ്യാവിൻ്റെ അടുക്കൽ. കാരണം നെഹമ്യാവ് പറയും, അങ്ങനെ ആയിരുന്നു ഞാൻ വരണ്ടായിരുന്നില്ല, എനിക്ക് മാന്യമായ ശമ്പളവും മാന്യമായ അലവൻസും താമസൗകര്യവും എല്ലാം ഉള്ളത് ഞാൻ വിട്ടേച്ച് വന്ന് 10 പൈസ വാങ്ങാതെ ഞാൻ എൻ്റെ കാശ് ചിലവാക്കി ഇവിടെ ജീവിക്കുന്നത് ഇത് കേൾക്കാനാണെന്ന് ചോദിക്കും, നിങ്ങൾക്കിത് പറയാനാണെന്ന് ചോദിക്കും. ധൈര്യമുള്ള ഒരാളവിടെ ഉണ്ടാവില്ല. അപ്പോൾ നെഹമ്യാവ് 4:14 നെഹമ്യാവിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ നാം കാണുന്നു. ശത്രുക്കൾ ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി പണിമുടക്കുവാനുള്ള പദ്ധതി ഒരുക്കി. എന്നാൽ നെഹമ്യാവ് അക്കാര്യം അറിഞ്ഞപ്പോൾ താൻ 2 കാര്യം ചെയ്തു. 1, പ്രതിരോധത്തിനുള്ള ആയുധം സജ്ജമാക്കി. 2, ജനങ്ങളെ ധൈര്യപ്പെടുത്തി, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും വേണ്ടി വീട് പണിയുമെന്ന് പറഞ്ഞു. നെഹമ്യാവ് ചെയ്ത വേറൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ എൻ്റെ സമയമായി. നെഹമ്യാവ് വേർപാടിൻ്റെ പ്രമാണം പാലിച്ച ഒരാളായിരുന്നു. തോബിയാവും സൻബല്ലത്തും ആളയച്ച് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് പണിയാമെന്ന് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പണിയാം, അതിനെന്താ, ഞങ്ങൾ നിങ്ങളുടെ സഭയിലോട്ട് ചേർന്നേക്കാം, ഞങ്ങൾ യഹൂദനായാൽ മതി, നമുക്ക് ഒരുമിച്ച് യഹൂദി ആരാധിക്കാം. നെഹമ്യാവ് എന്താ പറഞ്ഞത്? പരിപാടി നടക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ പണിയും, ദൈവത്തിൻ്റെ ദാസന്മാരായ നിങ്ങൾക്കതിൽ യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കില്ല. വേർപാടിൻ്റെ പ്രമാണം നന്നായി പാലിക്കണം. ചില സമയത്ത് മറ്റുള്ളവർ പറയുന്നത് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല കാര്യമാണല്ലോ, അല്ലേ? ഇല്ല. നെഹമ്യാവ് പറഞ്ഞ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, നിങ്ങൾക്ക് യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മൈൻഡ് യുവർ ഓൺ ബിസിനസ്, ഗെറ്റ് ഔട്ട് എന്നാണ് പറഞ്ഞത്. അതെ. പിന്നെ നെഹമ്യാവ് ചെയ്ത വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം മതി, സമയം 3 കാര്യം, അല്ലേ? 3 കാര്യം പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇന്ന് തീരുകയില്ലെന്ന്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം തീരുമെന്ന്, അല്ലേ? അതൊരു സൈക്കോളജിയാണെന്ന് വിചാരിച്ചു.
നെഹമ്യാവ് ചെയ്തത് എന്താണെന്നറിയാമോ? നെഹമ്യാവ് ഈ പണിയുടെ വിജയത്തിനായിട്ട് എല്ലാവരെയും ഉപയോഗിച്ചു. ശക്തന്മാരെ ഉപയോഗിച്ചു, ബലഹീനരെ ഉപയോഗിച്ചു. 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ മഹാപുരോഹിതന്മാർ ഒരു ഇടം പണിതു, 3-2 പട്ടണക്കാർ പണിതു, 3-2 വ്യക്തികൾ പണിതു, 3-9 പ്രഭുക്കന്മാർ പണിതു, 3-27 വീട്ടുകാർ പണിതു, 3-10 തട്ടാന്മാർ പണിതു, 3-32 കച്ചവടക്കാർ പണിതു എന്ന് മാത്രമല്ല, അതിനിടെ പറഞ്ഞു എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. അതും പറഞ്ഞു. ഇനി ആമ്പിള്ളേരില്ലാത്ത ചില വീടുകളുണ്ടായിരുന്നു, അവരെ പറയുന്ന അവരുടെ പുത്രിമാർ എഴുന്നേറ്റ് പണിതു എന്നാണ്. നെഹമ്യാവ് ആരും ഒഴിവാക്കിയില്ല. അതിന് പെണ്ണുങ്ങൾക്ക് കൈയില്ലേ, കാലില്ലേ? ഇപ്പോഴത്തെ പോലെ വിമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റും ഒന്നും അവിടെ ഇല്ലായിരുന്നെങ്കിലും നെഹമ്യാവ് പറഞ്ഞു സ്ത്രീകൾ വിചാരിച്ചാലും പണി നടത്തുമെന്ന്. നമ്മുടെ ഈ കേരളത്തിലേ ഉള്ളൂ. വടക്കനിലൊക്കെ പോയ പണി ചെയ്യാനായിട്ട് സ്ത്രീകളെ മിക്കവാറും എല്ലാം. ഒരു മേശരി കാണും 10 മൈക്കാടെല്ലാം പെണ്ണുങ്ങളാണ്. അപ്പം നെഹമ്യാവിനതറിയാമായിരുന്നു. നെഹമ്യാവ് പറഞ്ഞ് സഹോദരിമാരെ ഞങ്ങൾക്ക് ആമ്പിള്ളേരെന്ന് പറഞ്ഞ് മാറി നിൽക്കാനൊക്കെ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ നിങ്ങൾ കെട്ടിക്കണമെന്ന് പറഞ്ഞു. അവരിറങ്ങി കെട്ടി. അപ്പം നെഹമ്യാവ് എന്താ ചെയ്തെന്നറിയാമോ? നെഹമ്യാവ് ആരെയും ഒഴിവാക്കിയില്ല. എവരിബഡി ഹാഡ് എ പാർട്ട് ഇൻ ദ വർക്ക്. നല്ല സഭയിലും അങ്ങനെയാണ്. സഭയിലുള്ള എല്ലാവർക്കും വേലയിലൊരു പങ്കാളിത്തം ഉണ്ടായിരിക്കും. ആർക്കും തോന്നരുത് എന്നെ ഒഴിവാക്കി, എന്നെ ആർക്കും വേണ്ട, എനിക്ക് കഴിവ് കുറവാണ്, എനിക്ക് പണം കുറവാണ്, അങ്ങനെ തോന്നരുത്. ഇവിടെ പണക്കാരെയും വേണം, പണമില്ലാത്തവരെയും വേണം, കഴിവുള്ളവരെയും വേണം, കഴിവില്ലാത്തവരെയും വേണം, കുട്ടികളെയും വേണം, വലിയവരെയും വേണം, സഹോദരിമാരെയും വേണം, സഹോദരന്മാരെയും വേണം, വൃദ്ധന്മാരെയും വേണം, വൃദ്ധകളെയും വേണം, എല്ലാവരെയും വേണം, എല്ലാവരും വേണം. ഇന്നും അങ്ങനെയാണ്. കർത്താവിൻ്റെ വേല മുന്നോട്ട് പോകണമെങ്കിൽ നെഹമ്യാവിനെ പോലുള്ള നേതാക്കന്മാർ വരണം. അവർ സഭയിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നതും ചെയ്യേണ്ടതുമായിരിക്കുന്ന പണി അവർക്ക് വീതിച്ചു കൊടുക്കണം. എന്നാൽ നേതൃത്വത്തിലുള്ളവർ ത്യാഗത്തോടും അവരെ ബുദ്ധിമുട്ടുകളോടും കൂടെ നിസ്വാർത്ഥമായിട്ട് ദൈവജനത്തെ സ്നേഹിക്കുകയും പണി ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമ്മുടെയും സഭയുടെ പണിയൊക്കെ നന്നായിട്ട് പോകും. ഇന്നിപ്പോൾ അങ്ങനെയല്ല. പണി ചെയ്യേണ്ടവർ മറ്റെല്ലാവരെയും ആദ്യം അങ്ങ് പിണക്കും. കുറച്ച് ആളുകളെ പക്ഷത്താക്കും, കുറച്ച് ആളുകളെ ശത്രുപക്ഷത്തുമാക്കും. അവിടെ തീർന്നില്ലേ? എ ഹൗസ് ഡിവൈഡഡ്, ഛിദ്രിച്ച ഒരു ഭവനം അതിൽ തന്നെ തകർന്നു. സഭയായാലും അങ്ങനെയാണ്. ഛിദ്രതയുണ്ടായ ഒരു സഭ. സഭയുടെ നേതൃത്വത്തിൽ വരുന്ന ആളുകൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? എല്ലാവരെയും തൻ്റെ പക്ഷത്തേക്കാക്കും. സഹോദരന്മാരെ, നമ്മളെല്ലാം ഒന്നാണ്. ഇത് നമ്മുടെ ആലയമാണ്, നമ്മുടെ സഭയാണ്. നമുക്കെല്ലാം കൂടെ ചേർന്ന് ഇത് പണിയണം. എനിക്ക് നിങ്ങളെ എല്ലാവരെയും വേണം. ഒരാളെ ഒഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല, എല്ലാവരെയും വേണം. ശത്രുവിനെയും മിത്രമാക്കാൻ കഴിയുന്ന ആളുകളാണ് റിയൽ ലീഡേഴ്സ്. ഇന്നിപ്പോൾ മിത്രങ്ങളെയും ശത്രുക്കളാക്കുന്ന ആളുകളാണ് ലീഡേഴ്സായിട്ട് വരുന്നത്. അങ്ങനെ സഭ പോവോ? ഇല്ല.